ബിടെക് സെൻസിന്റെ ഫോർത്ത് മോഡ്യൂളായ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. നമുക്ക് അതിന്റെ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഇതുവരെയ്ക്ക് പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ കുറച്ച് ഫോർമുല പഠിക്കണം. അതാണ് ഫസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലം ഡിലൈറ്റ് ചെയ്ത് പോവാം. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി, അതായത് ഏത് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്തത്. അതിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 0 to infinity എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഇന്റഗ്രേഷൻ ആണ് വരുന്നത് 0 to infinity ആണ് ലിമിറ്റ് എഫ് ഓഫ് ടി. ഏതാണോ ഇവിടുത്തെ ഫംഗ്ഷൻ അത് എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി എല്ലാത്തിനും കോമൺ ആണ്. ഡി ടി സിക്കൾക്ക് അതിനെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനായിട്ട് പുതിയൊരു ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്യാം. അതാണ് മീൻ ചെയ്യുന്നത്. ഇതില് നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓരോ നമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ മെത്തേഡ് വരുമ്പോ എന്തുവാണ് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് ആദ്യം പഠിക്കാം. ലാപ്ലേസ് ഓഫ് 1ന്റെ ലാപ്ലേസ് 1/s ആണ്. അത് ലാപ്ലേസ് ഓഫ് ടിയുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s². ലാപ്ലേസ് ഓഫ് ടി റേസ് ടു n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n പ്ലസ് 1. ലാപ്ലേസ് ഓഫ് e റേസ് ടു at എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s മൈനസ് a. a എന്ന് പറയുന്നത് ഇവിടെ e റേസിന്റെ പവറിന്റെ ഏത് നമ്പറാണോ എയുടെ പ്ലേസിൽ കിടക്കുന്നത് ആ നമ്പർ വേണം അപ്ലൈ ചെയ്യണം. ലാപ്ലേസ് ഓഫ് സൈൻ at is equal to a/s² പ്ലസ് ഇവിടെ സൈനിന്റെ കൂടെ ഏത് പ്ലേസ് ഏതാണോ അതാണ് വരുന്നത് a². നെക്സ്റ്റ് ലാപ്ലേസ് ഓഫ് കോസ് at s/, ആണ്. ഇവിടെ സൈൻ at അപ്പോ a/s² പ്ലസ് a². കോസിന്റെ വരുമ്പോ ന്യൂമറേറ്ററില് s ആണ്. s/s² പ്ലസ് a². സൈൻ at അതുപോലെ കണക്ട് ചെയ്താണ് സൈൻ hat. സൈൻ at ആയിരുന്നപ്പോ a/s² പ്ലസ് a². സൈൻ hat അപ്പൊ വേറെ ഡിഫറൻസ് ഇല്ല. ഇവിടെ പ്ലസ് വന്നിട്ട് മൈനസ് വരും എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. a/s² മൈനസ് a². അതേ ചെയ്യുന്നതാണ് കോസ് at s/s² പ്ലസ് a² ആണെങ്കിൽ എന്തായിരിക്കും കോസ് hat ഇവിടെ ഡിനോമിനേറ്ററിലെ s² പ്ലസ് a² എന്ന സ്ഥാനത്ത് മൈനസ് a². ഇതാണ് ബേസിക് ആയിട്ട് ലാപ്ലേസിന് വേണ്ട ഫോർമുല. ഇനി 1-2 സെക്ഷൻ കഴിഞ്ഞ് ഇതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കൂടി പഠിക്കേണ്ടി വരും. അതിന് ഫോർമുല നേരെ ഇതിൽ ഏതാണോ ആൻസർ അതാണ് അതിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഇൻവേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടത് ഇതാണ് ലാപ്ലേസ് ഫോർമുല. ഇനി നമുക്ക് അതിന്റെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന്റെ ഹൈ ഓർഡറിലോട്ട് നമുക്ക് ചെയ്യാം. The first question, e raised to 2t. Find the Laplace transform of the following എന്ന് പറഞ്ഞിട്ടുണ്ട്. e raised to 2t. നമ്മൾ ആദ്യം ലാപ്ലേസിന്റെ സിംബൽ കൊടുത്തിട്ട് ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t എന്ന ഫോർമുല ആക്കാം. ലാപ്ലേസ് ഓഫ് e raised to 2t. നമ്മൾ ഫോർമുല പഠിച്ചെന്താണ്? ലാപ്ലേസ് ഓഫ് e raised to at ആണെങ്കിൽ 1/s മൈനസ് a ആണ്. a എന്ന് പറയുന്നത് e raised to യുടെ ഏയുടെ പവറാണ്. ആ രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ 1/s മൈനസ് ഇവിടെ ഏയുടെ പ്ലേസിൽ എന്തുവാണ് 2 ആണ് കിടക്കുന്നത്. s മൈനസ് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. e raised to മൈനസ് 3t. നമ്മുടെ ഫോർമുല ശ്രദ്ധിച്ചോണം. 1/s മൈനസ് a ആണ്. ഇവിടെ e raised to മൈനസ് 3t ആണ് പവർ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഓഫ് e raised to മൈനസ് 3t എന്ന ഫോർമുലയോട്ട് നമ്മൾ എഴുതുക. നമ്മുടെ ഫോർമുല 1/e raised to 80 ആണെങ്കിൽ 1/s മൈനസ് a. s മൈനസ് എയുടെ പ്ലേസിൽ ഇവിടെ മൈനസ് 3 ആണ് കിടക്കുന്നത്. അപ്പൊ മൈനസ് 3 വേണം അതിന്റെ അടുത്ത് എയുടെ പ്ലേസിൽ എഴുതരുത്. അത് ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1/s മൈനസ് മൈനസ് പ്ലസ് 3 1/s പ്ലസ് 3 എന്ന് വരും. അപ്പൊ ഫോർമുലയുടെ അടുത്തുള്ള മൈനസും നമ്മുടെ എയുടെ പ്ലേസിൽ ഒരു മൈനസ് 3 ആ മൈനസ് 3 ചേർന്നാണ് മൈനസും മൈനസും പ്ലസ് ആയി മാറിയത് 1/s പ്ലസ് 3. Next question, t cube. ലാപ്ലേസ് ഓഫ് t cube. അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ലാപ്ലേസ് ഓഫ് t raised to n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ s raised to n പ്ലസ് 1 എന്നാണ് ഫോർമുല. ആ രീതിയിൽ എഴുതുമ്പോൾ n എന്ന് പറയുന്നത് 3 ആണ്. 3 ഫാക്ടോറിയൽ ബൈ s raised to 3 പ്ലസ്
1. 3 factorial. നമുക്കറിയാലോ 3 factorial 1 into 2. S raised to 3 plus 1 എന്ന് പറഞ്ഞാൽ 4. 3 into 2 6. 6 by S raised to 4 എന്ന് വരും. 3 factorial 1 into 2 into 3. അത് 6 ആണ് by S raised to 4. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാപ്ലേസ് ഓഫ് 2t cos 80 അതായത് ലാപ്ലേസ് ഓഫ് cos 80 ഫോർമുല എന്ന് കഴിഞ്ഞാൽ s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആണ് അതിന്റെ ലാപ്ലേസ് ഫോം. ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാപ്ലേസ് ഫോം എങ്ങനെയാണ്? s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്നത് a2 ആണ്, 2 സ്ക്വയർ. വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഇതാണെങ്കിൽ s സ്ക്വയർ പ്ലസ് റൂട്ട് സ്ക്വയർ 4 അങ്ങനെയായിട്ട് നമുക്ക്. നെക്സ്റ്റ് ലാപ്ലേസ് ഓഫ് സൈൻ 5t. അപ്പൊ നമ്മൾ നോക്കാം സൈൻ 80യുടെ ഫോർമുല എന്തുവാണെന്ന് നോക്കാം. ലാപ്ലേസ് ഓഫ് സൈൻ 80 എന്ന് പറയുന്നത് a ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഇവിടെ s ആണെങ്കിൽ ഇവിടെ a ആണ്. എയുടെ പ്ലേസില് 5 ആണ്, ഇവിടെ a 5 ആണ്. s സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അല്ലെങ്കിൽ നമ്മള് 5ന്റെ സ്ക്വയർ എടുത്ത് ചെയ്യുമ്പോൾ 25. 5 by s സ്ക്വയർ പ്ലസ് 20. ഇതുപോലെ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലാപ്ലേസ് ഓഫ് cos h 5 cos h 5. cos h 80 ആപ്പോ എന്തുവാണ് ഫോർമുല നോക്കാം. cos h 80 ആപ്പോ ഞാൻ പറഞ്ഞു കോസിന്റെ ഫോർമുലയിൽ ലാപ്ലേസിന്റെ ഫോർമുലയിൽ ഒരു മൈനസ് വരും, എന്നൊരു ഡിഫറൻസേ ഉള്ളൂ. cos h യുടെ പ്ലേസിൽ 5. അപ്പൊ s ബൈ s സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. s ബൈ s സ്ക്വയർ മൈനസ് 25. അതേ ഇതില് നമുക്ക് സൈൻ h എല്ലാവരും ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ലാപ്ലേസ് ഓഫ് സൈൻ h 3t. അപ്പൊ ഫോർമുല ഇതുവരെ ചേഞ്ച് ഇല്ല. സൈൻ 80 ആയിരുന്നുവെങ്കിൽ a ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അവിടെ തന്നെ സൈൻ h 80 ആയിരുന്നുവെങ്കിലോ a ബൈ ഇവിടെ ഒരു പ്ലസിന്റെ അവിടെ മൈനസ് വരും, എന്തൊരു വ്യത്യാസമേ ഉള്ളൂ. എയുടെ പ്ലേസിലുള്ള ഏതാണ് കിടക്കുന്നത്? 3 ബൈ s സ്ക്വയർ മൈനസ് a എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. 3 ബൈ s സ്ക്വയർ മൈനസ്. ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലാപ്ലേസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ, ലാപ്ലേസിന്റെ ഓരോന്നിന് ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഇതിലെ വേറൊരു സബ് ടോപ്പിക് ആയിട്ടുള്ള ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് a into f of t പ്ലസ് b into g of t ആണെങ്കിൽ a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഫ്രണ്ട് a into ലാപ്ലേസ് ഓഫ് a ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ a into ലാപ്ലേസ് ഓഫ് f of t. മിഡിലില് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. അടുത്ത് b കോൺസ്റ്റന്റ് ആണ്. b ഫ്രണ്ടിൽ എഴുതിയ ലാപ്ലേസ് ഓഫ് എന്തുവാണ്? g ഓഫ് t. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഫ്രണ്ടിലായിട്ട് കോൺസ്റ്റന്റിന് ലാപ്ലേസ് എടുത്തില്ല, ബാക്കിയുള്ള കോൺസ്റ്റന്റ് ആണ് ലാപ്ലേസ് എടുക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. e⁻t പ്ലസ് 3e⁻t പ്ലസ് 5 എന്ന വെറുതെ ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ലാപ്ലേസിന്റെ ഇതിലായിട്ട് ലാപ്ലേസ് ഓഫ് എന്ന് പറഞ്ഞു എഴുതാം. ക്വസ്റ്റ്യൻ നമ്മൾ ലാപ്ലേസ് ഓഫ് എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ ഓരോന്നിനും ലാപ്ലേസ് സെപ്പറേറ്റ് നമ്മൾ കാണും. ലാപ്ലേസ് ഓഫ് e⁻t പ്ലസ് 3e⁻t. നമ്മള് ലീനിയാരിറ്റി പ്രോപ്പർട്ടി നോക്കിയേ, കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനെ ഫ്രണ്ടിൽ എഴുതണം. 3 കോൺസ്റ്റന്റ് ആണുള്ളത്. അപ്പൊ 3 കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ലാപ്ലേസ് ഓഫ് എന്ത് വരും? e⁻t. ഇവിടെ 5 എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 5 എടുത്തു കഴിഞ്ഞാൽ അവിടെ ടേം ഇല്ലെന്നല്ല മീനിങ്സ്. ലാപ്ലേസ് നോക്കപ്പോ ആ പ്ലേസില് 1 ഉണ്ട്. 5 എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? 1 ഉണ്ട് എന്നാണ് മീനിങ്സ്. 5 into ലാപ്ലേസ് ഓഫ് 1. ഇനി നമുക്ക് ഫോർമുല അറിയാം. ലാപ്ലേസ് ഓഫ് e⁻t ആയിരുന്നുവെങ്കിൽ 1 by s minus a. ആ രീതി ചെയ്ത് നോക്കിയാൽ
ലാപ്ലേസ് ഓഫ് e raised to 84 1 by s minus a യുടെ പ്ലേസിൽ 2. ഓക്കെ, അത് കഴിഞ്ഞു. ഇവിടെ 3 കോൺസ്റ്റന്റ്. ലാപ്ലേസ് ഓഫ് e raised to minus t. ലാപ്ലേസ് ഓഫ് e raised to minus t ആണ് കിടക്കുന്നത്. അപ്പൊ a യുടെ പ്ലേസില് അവിടെ ടേം ഇല്ലെന്നല്ല, ഒരു 1 ഉണ്ടെന്നാണ് മീൻസ്. നമ്മുടെ ഫോണിലെ 1 by s minus a എന്നാണ്. a യുടെ സ്ഥാനത്ത് ഇവിടെ -1 ആണ്. നോക്കി നോക്കി. അപ്പൊ എന്ത് വരും? e raised to minus t ക്ക് നമുക്ക് ആ വാല്യൂസ് കൊടുക്കാം. 1 by s minus -1 എന്നുള്ളത് s plus 1 ആയി മാറും. നെക്സ്റ്റ് 5 കോൺസ്റ്റന്റ് ആണ്. ലാപ്ലേസ് ഓഫ് 1ന്റെ ഫോമുല നമ്മൾ ഫോമുല എഴുതിയപ്പോൾ എഴുതിയതാണ്. ലാപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് 1 by s. അറേഞ്ച് ചെയ്ത് നോക്കിയാൽ 1 by s minus 2, 3 by s plus 1, s plus 1, 5 by s. ഇവയുള്ളൂ. അതായത് പ്രത്യേകിച്ച് ലാപ്ലേസ് കൊടുക്കാം. ലാപ്ലേസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കോൺസ്റ്റന്റ് പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളതിന് മാത്രം നമ്മുടെ ഫോമുല പഠിച്ചതിന് മാത്രം ലാപ്ലേസ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ് 2t plus 3 the whole square. അപ്പൊ നമ്മള് ലാപ്ലേസ് ഓഫ് 2t plus 3 the whole square ഇതിന്റെ ലാപ്ലേസ് ആണ് കാണാം. ആദ്യം ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇത് a plus b എന്ന ഫോമിലാണ് കിടക്കുന്നത്. a plus b the whole square ഫോമില നമുക്കറിയാം a സ്ക്വയർ. അപ്പൊ എന്താണ് 2t സ്ക്വയർ plus 2ab 2 into a യുടെ പ്ലേസില് 2t into b യുടെ പ്ലേസില് 3 ആണ്. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. ലാപ്ലേസ് ഓഫ് 2 സ്ക്വയർ 4, t സ്ക്വയർ t സ്ക്വയർ 4t സ്ക്വയർ, 2 into 2 4, 4 into 3 12 t പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇപ്പൊ നേരത്തെ അതേ ഒരു ടേമിലാണ്. അപ്പോ ഈ നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ലാപ്ലേസ് കൊടുക്കാം. ലാപ്ലേസ് ഓഫ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ലാപ്ലേസ് ഓഫ് 4t സ്ക്വയർ, അതിൽ 4 എന്തുവാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലാപ്ലേസ് ഓഫ് ഫംഗ്ഷൻ മാത്രം t സ്ക്വയർ പ്ലസ് ലാപ്ലേസ് ഓഫ് അടുത്ത ടേം എടുക്കുകയാണെങ്കിൽ അവിടെ 12 കോൺസ്റ്റന്റ്, ലാപ്ലേസ് ഓഫ് എന്ത് മാത്രം വരും? t മാത്രം വരും. അടുത്ത ലാപ്ലേസ് ഓഫ് 9 അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 9 കണ്ടില്ലെങ്കിൽ ലാപ്ലേസ് ഓഫ് എന്തുവാണ്? 1 മാത്രം വരും. ഇനി നമുക്ക് നോക്കാം 4 ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ. ലാപ്ലേസ് ഓഫ് ടി റേസ് ടു n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റേസ് ടു n പ്ലസ് 1 ആണ്. അപ്പൊ ടി എന്നിന്റെ പ്ലേസിൽ 2 ആണ്. എങ്ങനെ വരും? 2 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ അതായത് 2 ഫാക്ടോറിയൽ ബൈ s റേസ് ടു 2 പ്ലസ് 1 s 3 ആയി മാറും. 2 പ്ലസ് 1 3s2 ആയി മാറും. 12 കോൺസ്റ്റന്റ്. ലാപ്ലേസ് ഓഫ് ടിയുടെ ഫോമുല നമ്മൾ എഴുതിയതാണ് 1 by s സ്ക്വയർ. 9 കോൺസ്റ്റന്റ്. ലാപ്ലേസ് ഓഫ് 1 by s. നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ് ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ എഴുതപ്പോ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 into 2 ആണ്. by s ക്യൂബ് പ്ലസ് 12 by s സ്ക്വയർ 9 by s. 4 into 2 എന്ത് വരും? 8 by s ക്യൂബ് പ്ലസ് 12 by s സ്ക്വയർ 9 by s. അതാണ് ഫൈനൽ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ cos സ്ക്വയർ 2t. ഇത് ഏത് ഫോമിൽ കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗണോമെട്രിയില് cos സ്ക്വയർ തീറ്റ, തീറ്റയുടെ ബേസിൽ 2t എന്ന് കിടക്കുന്നതാണ് cos സ്ക്വയർ തീറ്റ. ആദ്യം എക്സ്പാൻഡ് ആ ഫോമിൽ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണം. cos സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1 plus cos 2θ by 2. ഇവിടെ തീറ്റയുടെ പ്ലേസില് ഒരു 2t വരും. അപ്പൊ അതെങ്ങനെ മാറും? ലാപ്ലേസ് ഓഫ് 1 plus cos 2 വരെ നമ്മുടെ ഫോമുലയിലുള്ളത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2t ആണ്. അപ്പൊ 2 into 2t by 2. ഈ 1 by 2 നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. ലാപ്ലേസ് ഓഫ് 1 plus cos 4t. ഓക്കെ, ഇത് സെപ്പറേറ്റ് നമ്മൾ ലാപ്ലേസ് കൊടുക്കാം. ലാപ്ലേസ് ഹാഫ് കോമൺ ആണ്. ലാപ്ലേസ് ഓഫ് 1 പ്ലസ് ലാപ്ലേസ് ഓഫ് cos 4t.
ഹാഫ് ലാപ്ലേസ് ഓഫ് 1 ആണെങ്കിൽ എന്തുവാണ് 1/s ആണ് ലാപ്ലേസ് ഓഫ് 1ന്റെ വാല്യൂ. cos 80 ആയിരുന്നുവെങ്കിൽ എന്തുവായിരുന്നു ഫോർമുല s/s² പ്ലസ് a² എന്നായിരുന്നു. അപ്പൊ s/s² പ്ലസ് എയുടെ പ്ലേസിൽ 4². ഇതിപ്പോ സിംപ്ലിഫൈ ചെയ്യുന്നത് വേണ്ട, ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോ cos² തീറ്റ എന്നുള്ള ഫോമുല നമ്മൾ ചെയ്ത് ഇനി അടുത്ത് sin² തീറ്റ ഈ ഫോമുല യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. sin² 3 ഇതേ ഫോമിലാണ് കിടക്കുന്നത്. 1 - cos 2 തീറ്റയുടെ പ്ലേസിൽ 3t കിടക്കുന്നത്. അപ്പൊ ലാപ്ലേസ് ഓഫ് sin² 3t നമുക്ക് എങ്ങനെ ചെയ്യാം? ലാപ്ലേസ് ഓഫ് 1 - cos 2 into തീറ്റയുടെ പ്ലേസിൽ 3t by 2. ആ by 2 കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാപ്ലേസ് സെപ്പറേറ്റ് നമുക്ക് കൊടുക്കാം. ലാപ്ലേസ് ഓഫ് 1 മൈനസ് ലാപ്ലേസ് ഓഫ് 2 into 3 എന്തുവാണ് 6 cos 6 ഓക്കെ. ഹാഫ് ഇൻറ്റു ലാപ്ലേസ് ഓഫ് 1 നമ്മൾ പഠിച്ചതാണ് 1/s. cos 60 എന്ന് പറയുമ്പോൾ s/s² പ്ലസ് a² എന്ന് പറഞ്ഞാൽ 6². സിംപ്ലിഫിക്കേഷൻ വേണ്ട, 3 ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ 6². നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ സ്ക്വയറിലായിരുന്നു sin² തീറ്റ. അതിന്റെ രണ്ട് ഫോമുല അത് യൂസ് ചെയ്ത് sin² തീറ്റയുടെയും cos² തീറ്റയുടെയും ഫോമുല ട്രിഗണോമെട്രിക് റേഷ്യോയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതിയതാണ്. ഇത് sin³ തീറ്റ എന്ന ഫോമാണ്. sin³ തീറ്റ ആണെങ്കിൽ 1/4 3 sin തീറ്റ മൈനസ് sin 3 തീറ്റ. ഇവിടെ sin³ തീറ്റയുടെ പ്ലേസ് t. ലാപ്ലേസ് ഓഫ് നമുക്ക് കൊടുക്കാം sin³ t is equal to എന്തെന്ന് വിളിക്കാം? ലാപ്ലേസ് ഓഫ് 1/4 sin³ തീറ്റ ആയിരുന്നു എഴുതാം 3 sin തീറ്റ മൈനസ് sin 3 തീറ്റ. ഇവിടെ നമുക്ക് 1/4 കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് പുറത്തെടുക്കാം. ഇനി ലാപ്ലേസ് സെപ്പറേറ്റ് കൊടുക്കാം. ലാപ്ലേസ് ഓഫ് 1/4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാപ്ലേസ് ഓഫ് 3 sin തീറ്റയും മൈനസ് ലാപ്ലേസ് ഓഫ് എന്തുവാണ് sin 3 തീറ്റയും. ഇവിടെയും കോൺസ്റ്റന്റ് ശ്രദ്ധിക്കുക, 3 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാപ്ലേസ് ഓഫ് sin തീറ്റ തീറ്റയുടെ പ്ലേസിൽ ഇവിടെ വന്നിരിക്കുന്ന ടേം t എന്നാണ്. ഫോർമുലയിലാണ് നമുക്ക് എന്തുവാണ് തീറ്റ നടക്കുന്നത്. ഇവിടെ t എന്ന ഇതിലാണ് കിടക്കുന്നത്. അപ്പൊ 3t 3 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഓഫ് sin t. ലാപ്ലേസ് ഓഫ് sin t ഫോർമുല എന്തുവാണ് a/a യുടെ പ്ലേസിൽ ഇവിടെ 1 ആണ്. 1/s² പ്ലസ് a² 1² ഓക്കെ മൈനസ് ലാപ്ലേസ് ഓഫ് sin 80 ആ ഫോമിലാണ് കിടക്കുന്നത്. a ഇവിടെ എന്തുവാണ് 3/s² പ്ലസ് 3². സിംപ്ലിഫൈ ചെയ്ത 1/4 3/s² പ്ലസ് 1² 1 തന്നെയാണ്. 3/s² പ്ലസ് 3² ഞാൻ മാറ്റി sin³ t എന്ന ഫോമിലുള്ളതാണ്. അതേ ഇതില് നമുക്ക് cos³ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് cos³ 2t എന്നാണ് ഈ ക്വസ്റ്റ്യൻ നോക്കാം. cos³ 2t തീറ്റയുടെ പ്ലേസിൽ 2t ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോർമുല എന്തുവാണ് 1/4. ഇപ്പൊ ലാപ്ലേസ് ഓഫ് ലാപ്ലേസ് കൊടുക്കുക cos³ 2t is equal to 1/4 3 cos തീറ്റ എന്ന് പറയുന്നിടത്ത് ഇവിടെ 2t ആണ് കിടക്കുന്നത്. 2t പ്ലസ് cos 3 into 3 തീറ്റ എന്ന് പറയുമ്പോൾ 3 തീറ്റയുടെ പ്ലേസിൽ 2t. ലാപ്ലേസ് ഓഫ് 1/4 കോൺസ്റ്റന്റ് ആണ്. 1/4 ലാപ്ലേസ് സെപ്പറേറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ 3 കോൺസ്റ്റന്റ് ആണ്. 3 ലാപ്ലേസ് ഓഫ് cos 2t കാണുന്നു പ്ലസ്
ലാപ്ലേസ് ഓഫ് കോസ് 3 into 6 1/4 3 cos 2t ആണെങ്കിൽ ഫോർമുല s/s square plus a square, a പ്ലേസിൽ 2 square പ്ലസ് ഇവിടെ ആണെങ്കിൽ s/s square plus a പ്ലേസിൽ 6 square 1/4 into 3s/s square plus 4 s/s square plus 36. Next question, Laplace of e raised to 2t cos 3t. e raised to at f of t form ആണ്. എന്തെടുക്കാം? Laplace of f of t ഇവിടെ cos 3t ആണ്. at x is equal to s minus a. s minus a യുടെ പ്ലേസിൽ ഇവിടെ 2 ആണ്. cos 3t യുടെ ലാപ്ലേസ് നമുക്കറിയാം. എന്തുവാണ്? s/s square plus a square. s ന്റെ പ്ലേസിൽ s minus മേളിലും s ഉണ്ട്. അപ്പൊ s ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? s minus 2. ഇവിടെ s ന്റെ പ്ലേസിൽ s minus 2 the whole square 3 the square ആണ്. ഇത് എക്സ്പാൻഡ് ഒന്നും ചെയ്യണം, ജസ്റ്റ് ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ഓഫ് e raised to minus t sin square 2t. sin square 2t എന്നാണ് വരുന്നത്. നേരത്തെ ഫോർമുല എഴുതി. sin square theta is equal to 1 minus cos 2 theta by 2. ഇവിടെ തീറ്റയുടെ പ്ലേസിൽ എന്തുവാണ്? 2t നടക്കുന്നത്. ഫോം നമ്മളെ എന്തുവാ? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ അതേ ഫോമിലാണ്. നമുക്ക് എന്ത് ചെയ്യാം? ലാപ്ലേസ് ഓഫ് e raised to at എന്ന ഫോമിലാണ് f of t ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് f of t. f of t യുടെ പ്ലേസിൽ ഇവിടെ sin square 2t നടക്കും. ഇതിനെ നമുക്ക് വെറും sin 2t ആയിരുന്നുവെങ്കിൽ നമുക്ക് ഫോമുലയുണ്ട്. sin സ്ക്വയറിന് നമ്മൾ ഡയറക്റ്റ് ഫോമുല പഠിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ട്രിഗണോമെട്രിയില്ല ആ ഫോമുല അങ്ങ് അപ്ലൈ ചെയ്യാം. sin square 2t ക്ക് പകരം 1 minus cos 2 into തീറ്റയുടെ പ്ലേസിൽ എന്താണ്? 2t by 2. ആ 1/2 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. ലാപ്ലേസ് ഓഫ് 1 minus cos 4t. സെപ്പറേറ്റ് ലാപ്ലേസ് കൊടുക്കാം. ലാപ്ലേസ് ഓഫ് 1 മൈനസ് ഇവിടെ നമ്മള് വിട്ടുപോയത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി അറ്റ് എസ് ഇസ് ഈക്വൽ ടു കൊടുത്തില്ലല്ലോ. എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എ കൊടുക്കണ്ടേ. എ ഇവിടെ എന്തുവാണ്? -1 ആണ്. അപ്പൊ ഇവിടെ +1 വേണം അപ്ലൈ ചെയ്ത്. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. ഇത് അപ്ലൈ ചെയ്യുന്നത് ഫൈനൽ ആൻസർ അപ്ലൈ ചെയ്താൽ മതി. ലാപ്ലേസ് ഓഫ് കോസ് 4 at s is equal to s plus 1/2. ലാപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് 1/s. cos 4t s/s square plus a square cos square. ഇനി s ന്റെ പ്ലേസിൽ s plus 1 ഹാഫ് ഇൻറ്റു ഇവിടെ s ന്റെ പ്ലേസിൽ s plus 1 മൈനസ് ഇവിടെ s plus 1 by s plus 1 the whole square plus 4 square. സിംപ്ലിഫിക്കേഷൻ വേണ്ട, ഇതാണ് ഫൈനൽ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ജനറൽ ഫോമും ബേസിക് ആയിട്ടുള്ള കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും പിന്നെ എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന്. ഫൈനലി നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് പഠിച്ച് നമ്മൾ നിർത്തിക്കുന്നത്. ഇതിനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി, ലാപ്ലേസിന് ടി എന്നൊരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലാപ്ലേസ് മാറുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ.